DMKയിലേക്കാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ സഖ്യത്തിൽ നിന്നും DMK വിട്ടു നിൽക്കുകയാണെന്നുള്ളത് അറിയാമല്ലോ. പാർലമെൻറ്റ് തുടങ്ങുമ്പോൾ അവർ പ്രത്യേക ബ്ലോക്കായിട്ടാണ് ഇരുന്നതും അതിനുള്ള അപേക്ഷ മുമ്പേ കൊടുത്തിരുന്നു. ഈ പാർലമെൻറ്റിൽ ഉയരുന്ന ചർച്ചകളിൽ അല്ലെ അവിടെ വരുന്ന ബില്ലുകളിലൊക്കെ DMK എന്ത് നിലപാടായിരിക്കും പിന്നീട് സ്വീകരിക്കുക എന്നായിരുന്നു എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ചോദ്യപേപ്പർ ചോർച്ചയായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച സമയത്ത് DMK അവരുടെ കൂടെ പോയില്ല. അതേസമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ ചർച്ചയിൽ എന്നാൽ തന്നെ അമിത്ഷായ്ക്കെതിരെ പ്രത്യേകം ചോദ്യമോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഉയർന്നില്ല എന്നത് കൂടിയിട്ട് കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് വന്ദേമാതരം ചർച്ച നടക്കുന്ന സമയത്തും ആ ചർച്ചയിൽ കനിമൊഴി പങ്കെടുക്കുകയും 2 മിനിറ്റോളം മാത്രമാണ് സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ ആ ബില്ല് പാസ്സാവുകയും ചെയ്തിരുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ, അത് പാർലമെൻറ്റിൽ ഇനി നടക്കാനുള്ള ചർച്ചകളും ബില്ലുകളും ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ളത് മണ്ഡല പുനർനിർണ്ണയ ബില്ലടക്കമാണ് വരാനുള്ളത്. അതിൽ ഈ DMKയുടെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും? DMK പ്രതിപക്ഷത്തു നിന്ന് മാറി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ BJPക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഗുണകരമാകുന്ന ഒരു നിലപാട് കൈക്കൊള്ളുമോ? അത്തരമൊരു സാഹചര്യം നിലവിലൊരു രാഷ്ട്രീയത്തിലുണ്ടോ? നമ്മളിതാണ് പരിശോധിക്കുന്നത്. നിഷാദ്, നിലവിൽ DMK മോദിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമാകുന്നൊരു സാഹചര്യം വരുന്നൊരു രാഷ്ട്രീയത്തിൽ കൈക്കൊള്ളാനുള്ള സാധ്യതയുണ്ട്. മുമ്പത്തരം വാജ്പേയി മന്ത്രിസഭയിലടക്കം മുമ്പ് അംഗം വരുന്നു. പക്ഷേ തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ ഇപ്പോഴങ്ങനെയല്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് നടന്ന ചർച്ചയിൽ അവർ പങ്കെടുത്തു, പക്ഷേ പ്രതിപക്ഷത്തിനോടൊപ്പം കൂടുന്നില്ല. അതോടൊപ്പം തന്നെ വന്ദേമാതരം ബില്ലിൽ അവർ എതിർപ്പ് അറിയിക്കുന്നുണ്ട്. പക്ഷേ അതും ആ ബില്ല് പാസ്സാകുന്ന തരത്തിൽ അവർക്ക് വേണ്ടി ഗുണകരമായി എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ കൂടി വന്നിട്ടുണ്ട്. അല്ല, ഇതിനകത്തെയും ഇത് DMKയെ സംബന്ധിച്ച് അത് ദേശീയ തലത്തിലൊരു പ്ലെയർ ആണെങ്കിൽ കൂടിയും ഒരു ദേശീയ സ്വഭാവത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല പാർട്ടി. അതിനെപ്പോഴും സംസ്ഥാനത്തെ ഭരണമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ DMKയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇത്രയും വലിയ പാർട്ടിയായി നിൽക്കുമ്പോഴും സംസ്ഥാനത്ത് അവർക്ക് ഭരണമില്ല. അപ്രതീക്ഷിതമായി ഉണ്ടാക്കിയുള്ള വേവിൽ വിജയ് അവിടെ ഭരണം പിടിക്കുകയും DMK വാഷ് ഔട്ടായി പോവുകയും ചെയ്തല്ലോ. അപ്പോൾ DMKയെ സംബന്ധിച്ച് അത് ഉണ്ടാക്കുന്ന ഒരു അതിജീവന പ്രതിസന്ധിയുണ്ട്. ഏത് സ്പേസാണ് ഞങ്ങളുടെ സ്പേസ് എന്നൊരു ആശയക്കുഴപ്പം അവരെ ബാധിച്ചിട്ടുണ്ട്. അവർക്ക് നിലനിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ഒരു സ്വന്തം ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം അതിന് അടുത്ത 5 വർഷക്കാലം മുന്നോട്ട് പോകാൻ. എന്നിട്ട് വേണം അതിന് തമിഴ്നാട്ടിൽ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടാൻ. സോ ആ ഐഡൻറ്റിറ്റി ക്രൈസിനെ മാനേജ് ചെയ്യാൻ DMK ദേശീയ തലത്തിലൊരു ഇൻഡിവിജ്വൽ പ്ലെയർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്ലെയറായിട്ട് സ്വയം അടയാളപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നാളെ പോയിട്ട് കോൺഗ്രസുമായി തെറ്റി 5 സീറ്റുള്ള തമിഴ്നാട്ടിലെ കോൺഗ്രസുമായിട്ട് തെറ്റിയിട്ട് ദേശീയ തലത്തിൽ BJP പാളയത്തിൽ അഭയം പ്രാപിക്കുക എന്നത് ആത്മഹത്യാപരമായിരിക്കും. നാളെ അവരെന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആത്മഹത്യാപരമായിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ 1999 വാജ്പേയി സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ അന്ന് സാഹചര്യമല്ല ഇന്ന്. ഇപ്പോൾ സംഘപരിവാര ഭരണകൂടം അതിൻ്റെ സമഗ്രാധിപത്യ കാലത്ത് എന്തുമാത്രം വലിയ ഭീതിയായിരിക്കും, എന്തുമാത്രം വലിയ അപകടമാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്ട്രക്ചറിനുണ്ടാക്കുക എന്ന് മനസ്സിലായത് 12 വർഷം കൊണ്ടാണല്ലോ. ഇതിനു മുമ്പ് അത്രയും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 12 വർഷക്കാലം കൊണ്ട് മോദി ഫെഡറലിസം, മതേതരത്വം, ജനാധിപത്യം പോലുള്ള എല്ലാ ആശയങ്ങളെയും തകിടം മറിച്ചിട്ട് കഴിഞ്ഞു. രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങളോട് പോരാടുന്ന ഒരു സർക്കാരിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിൻ്റെ കാലത്ത് 1999 ഇപ്പോൾ അന്നും ഇന്നും ഈ BJPയോടൊപ്പം ചേർന്ന് നിന്നവരൊക്കെയും ന്യായീകരണമായി പറഞ്ഞൊരു കാര്യമുണ്ട്. വാജ്പേയി കുറച്ചുകൂടെ മൃദു സ്വഭാവിയായിട്ടുള്ള BJP നേതാവായിരുന്നു എന്ന്. മോദിയോട് പോലും അദ്ദേഹം ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ പരസ്യമായി ഭിന്നസ്വരത്തിൽ ഏർപ്പെടുന്നത് നാം കാണുന്നുണ്ട്. രാജ്യനീതി എന്ന് പറയുന്ന സംഗതി മോദി ഗുജറാത്ത് വംശഹത്യാകാലത്ത് പാലിച്ചില്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഈ BJPയോടൊപ്പം ചേർന്ന ആളുകൾ അന്ന് വാജ്പേയിയോടൊപ്പം ചേർന്നതിൽ തെറ്റില്ല എന്ന് ന്യായീകരിക്കുന്നത്. പക്ഷേ ആ കാലമല്ല ഈ കാലം. മോദി അതിൻ്റെ ഒരു പൂർണ്ണ വിരാട് രൂപം പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെ. സോ ആ കാലത്ത് മോദിയോട് കൂടെ പോയി ചേരുക എന്ന് വെച്ചാൽ കോൺഗ്രസിനെ വേണമെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യിക്കാമെന്നതിനപ്പുറത്തേക്ക് അടിസ്ഥാന രാഷ്ട്രീയത്തിനകത്ത് വെള്ളം കയറി പോകും. പ്രത്യേകിച്ച് തമിഴ്നാടിനെ സംബന്ധിച്ച്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് DMK ഉണ്ടാക്കിയെടുത്തുള്ള ഒരു പ്രത്യേക പൊളിറ്റിക്സ് ഉണ്ട്. അവിടെ അവരൊരു ദ്രവീഡിയൻ ഭരണക്രമമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് RN രവി അവിടുത്തെ ഗവർണർ പറഞ്ഞിട്ടുണ്ട്, ദ്രവീഡിയൻ ഭരണക്രമമൊന്നും ഭരണക്രമമൊന്നുമില്ല, അതൊക്കെ ചുമ്മാ സ്റ്റാലിൻ ഉണ്ടാക്കുന്നതാണെന്നാണ്. അപ്പോൾ സ്റ്റാലിൻ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. എന്തിനാണ്? അതായത് BJPക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പദ്ധതി എന്ന് പറയുന്നത് ദ്രവീഡിയൻ ഐഡിയോളജിയാണ് എന്ന് പറഞ്ഞ് 5 വർഷക്കാലം കൊണ്ട് പരമാവധി തമിഴന്മാരെ ആ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ പ്രോസസ്സിനകത്തേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സനാതന ധർമ്മം എന്ന് പറയുന്നത് എടുത്ത് കളയേണ്ട ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞല്ലോ. സനാതന ധർമ്മം എന്ന് വെച്ചാൽ താഴെത്തട്ട് മനുഷ്യരെ പുഴുക്കളെ പോലെ കാണുന്ന സംവിധാനമാണെന്നാണ് DMKക്കാർ പ്രസംഗിച്ച് നമ്മൾ കാണുന്നത്. സോ അത്തരം വർണ്ണാശ്രമ വ്യവസ്ഥകളെ എടുത്തു കളയേണ്ടതാണ് എന്ന് സ്റ്റാലിൻ്റെ മകൻ പറയുകയും അതിൻ്റെ പേരിൽ നോർത്തിലാകപ്പാടെ BJPക്കാർ ബഹളം ഉണ്ടാക്കുകയും ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്ന് സ്റ്റാലിൻ്റെ മകൻ തീരുമാനമെടുക്കുകയും അതിനെ സ്റ്റാലിൻ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് കണ്ടാണ്. ആ നിലയ്ക്ക് ഐഡിയോളജിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള 2 പൊസിഷനിലാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്.
അവർക്ക് എങ്ങനെ പോയിട്ട് ഒറ്റയടിക്ക് BJP ചേരാൻ പറ്റും? അതിന് കാരണം വേണ്ടേ? അതിന് കോൺഗ്രസ് ഞങ്ങളെ പിന്തുണച്ചില്ല. കോൺഗ്രസിനാണോ മതനിരപേക്ഷ ജില്ലയുടെ മൊത്തം ഓണർഷിപ്പ്? അല്ലല്ലോ. കോൺഗ്രസ് അല്ലെങ്കിൽ DMK അതിന് ഓണർഷിപ്പ് എടുക്കണം. കോൺഗ്രസിനുള്ളതുപോലെ തന്നെ മതനിരപേക്ഷ ചേരിയുടെ ഓണർഷിപ്പ് DMKയ്ക്കുണ്ട്, അല്ലെങ്കിൽ RJDക്കുണ്ട്, പ്രധാനപ്പെട്ട പല കക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഞങ്ങളെ സഹായിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ മതനിരപേക്ഷ ചേരിയെ ആകമാനം ഒറ്റുകൊടുക്കും എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇപ്പം ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണ് കൊണ്ടുവന്നു. ആ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇവർ പങ്കെടുത്തില്ല. പക്ഷേ DMK പങ്കെടുത്തു. DMK പങ്കെടുത്തപ്പോഴും DMK നിശ്ചിതമായി വിമർശിക്കുകയാണ് ഇതല്ലേ, ഇത് മൊത്തത്തിലുള്ള ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാനും മതനിരപേക്ഷ ആശയങ്ങളെ മറികടക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ് എന്ന് വിമർശിക്കുകയാണ് അവർ ചെയ്തത്. അമിത്ഷായോട് ചോദ്യം ചോദിക്കുന്ന സെഷനിലും ഇവർ സംസാരിക്കുകയും അവർ സർക്കാരിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി എടുക്കുന്ന പൊതുതീരുമാനങ്ങളുടെ ഭാഗമായിട്ട് ആ സ്ട്രക്ചറിനകത്ത് ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് മാറി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് DMK സർവൈവ് ചെയ്യുക? DMK സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് മുസ്ലിം വോട്ട് ബാങ്ക്. തമിഴ്നാട്ടിലെ ഇപ്പോഴും മുസ്ലിം ലീഗൊക്കെ എന്തുകൊണ്ടാണ് അഡമൻ്റായിട്ട് അവസാനം വരെ നിന്നത്? മുസ്ലിം വോട്ട് ബാങ്ക്, ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആൻഡ് കോർ സെക്യുലർ വോട്ട് ബാങ്കൊക്കെ ഇപ്പോഴും തള്ളിക്കളയാൻ കഴിയാത്ത വിധം DMKയുടെ കൂടെയുണ്ട്. അത് ഒറ്റയടിക്ക് പോവില്ല അപ്പുറത്ത് പോയി ചേർന്നാൽ. ഇപ്പുറത്ത് ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. അത് BJP എന്ന് പറയുന്ന ആശയത്തെ തള്ളിക്കളഞ്ഞു. ഒറ്റ സീറ്റിലാണ് കഴിഞ്ഞ് നമ്മൾ ജയിച്ചത്. എവിടെ? നമ്മൾ ഉദകമണ്ഡലം സീറ്റിൽ, അത് 1000 വോട്ടിൻ്റെ പരിസരത്ത് BJP ജയിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ BJP എന്ന് പറയുന്ന ആശയത്തെ തമിഴ്നാട് തള്ളിക്കളഞ്ഞാണ്. BJPയുടെ കൂടെ എന്ന് ചേർന്നോ അന്നാണ് AIDMK ഇല്ലാണ്ടാവാൻ തുടങ്ങിയത്. പുരഴ്ചി തലവി അമ്മ മരിച്ചതിന് ശേഷം പിന്നെ എന്തുകൊണ്ട് ഒരു പുരഴ്ചി അവകാശപ്പെടാനില്ല ഇവർക്ക്? കാരണം അത് കംപ്ലീറ്റായിട്ട് അത് തകർന്നതിൻ്റെ പിന്നിൽ BJPയുമായിട്ട് ചേരാമെന്നുള്ള തീരുമാനമാണ്. സോ അങ്ങനെ ഒരു മണ്ടൻ തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവരുടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവർ പോരാടുന്നതും വിജയോടാണ്. വിജയും ഉറക്കെ പറയുന്നത് ദ്രവീഡിയൻ പൊളിറ്റിക്സും ദ്രവീഡിയൻ ഐക്കൺസും ഒക്കെ എടുത്തു വെച്ചിട്ടാണ് അദ്ദേഹം പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ DMKയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ദ്രാവിഡ ആശയത്തെ പെർഫെക്റ്റായി കൊണ്ടുപോകുന്നതിൽ വിജയ്ക്ക് പറ്റുന്നുണ്ടോ? വിജയെ സംബന്ധിച്ച് കുറച്ച് പാടായിരിക്കും. കാരണം അതൊരു എന്താണ്, ഫാൻസ് അസോസിയേഷനാണല്ലോ ശരിക്കും, അതൊരു പാർട്ടിയായി മാറിയതല്ലേ. അപ്പോൾ അതിൻ്റെ മൂല്യങ്ങളെ കീപ്പ് ചെയ്യാൻ ഇപ്പോൾ തന്നെ അതിന് പലതരത്തിലുള്ള വിള്ളലുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും രാഷ്ട്രീയ അഭിപ്രായം പറയാൻ പറ്റാതെ വരിക, മാധ്യമങ്ങളെ കാണാനുള്ള ഭയപ്പാടുണ്ടാവുക, അതിൻ്റെ MLA കൈക്കൂലി പഠിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ MLA ഏതോ ഒരു TV ലീഡർ, അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ കോർ ആൻഡ് ബേസ് കീപ്പ് ചെയ്യുന്നതിൽ, പറയുന്ന സംഗതിയിൽ കീപ്പ് ചെയ്യുന്നതിൽ പ്രയാസം ഉണ്ടാകും. കാരണം വിജയ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏജൻസി എഴുതി കൊടുത്ത പ്രസംഗങ്ങളാണ് നടത്തുക. അതല്ലാത്ത അദ്ദേഹം കൊണ്ട് പ്രസ് മീറ്റ് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തത്. സെയിം മോദിയും വിജയും നേരിടുന്ന ഒരേ പ്രശ്നമാണ്. കാരണം എന്താണ്? മോദിക്ക് പ്രസ് മീറ്റ് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത അദ്ദേഹത്തിന് പ്രോംപ്റ്ററില്ലാതെ സംസാരിക്കാനേ കഴിയില്ല. എന്താണ് തൻ്റെ ഭരണത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന കാര്യങ്ങൾക്കകത്ത് ഡേറ്റ വെച്ചും വസ്തുതകൾ വെച്ചും വർത്തമാനം പറയുന്നത് മോദിക്കറിയില്ല. മോദി അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പോൾ മോദി കൊടുത്ത വാഗ്ദാനങ്ങൾ, ഇപ്പോൾ 2 കോടി തൊഴിലവസരങ്ങൾ നിങ്ങൾ വാഗ്ദാനം ചെയ്തല്ലോ, അത് എവിടെയും ചോദിച്ചാൽ മോദിക്ക് അതിന് ആൻസറില്ല. സെയിം സംഗതിയാണ്. 60,000 കോടി രൂപയുടെ ഫ്രീ ബീസ് പ്രഖ്യാപിച്ചു, അത് എവിടെയും ചോദിച്ചാൽ എല്ലാത്തിനും വിജയ്ക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം വിജയ് സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും അദ്ദേഹം പ്രോംപ്റ്റ് ഉപയോഗിച്ച് വർത്തമാനം പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം ഈ സിനിമാറ്റിക്സ് തരത്തിലുള്ള വളിപ്പം പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ അതിനപ്പുറം പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്രസ് മീറ്റ് അഡ്രസ്സ് ചെയ്യാത്. സോ DMKയെ സംബന്ധിച്ച് ദ്രവീഡിയൻ ആശയങ്ങൾ, തമിഴ് പ്രൈഡ്, തമിഴിൻ്റെ ഹിന്ദി വിരുദ്ധത, തമിഴിൻ്റെ സാംസ്കാരികപരമായ പാരമ്പര്യം, ഇവയൊക്കെ രാഷ്ട്രീയമായും ഭരണപരമായും എന്തുമാത്രം വിജയ് കൊണ്ടു നടക്കുന്നുള്ളത് മോണിറ്റർ ചെയ്യുകയും അതിന് വീഴ്ച പറ്റുമ്പോഴെല്ലാം അതിനെ വിമർശിക്കുകയും ചെയ്താൽ തന്നെ അവരുടെ തിരിച്ചുവരവിലേക്കുള്ള വഴി തുറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ദേശീയ തലത്തിൽ BJPക്ക് പോയിരുന്നുകൊണ്ട് DMKയ്ക്ക് എന്തെങ്കിലും പ്രത്യേകമായി ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ പ്രാദേശിക പാർട്ടികളുമായിട്ടും BJP ധാരണ ഉണ്ടാക്കുന്നത് ഒരു ഘട്ടത്തിൽ ആ പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങുകയും അവിടെ ഒറ്റയ്ക്ക് ഭരിക്കുകയും ചെയ്യുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് ബീഹാറിൽ JDUവിനെ ആയാലും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ശിവസേനയായാലും ഒക്കെയും ആ പാർട്ടി ലക്ഷ്യമിടുന്നതാണ്. അത് AIDMKയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. DMK അത് മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നൗഫൽ, ഇപ്പോൾ തമിഴ്നാട്ടിലാണ് DMK, അവിടെ വിജയ് അധികാരത്തിൽ വരുന്നു. DMK വലിയൊരു തിരിച്ചടി നേരിടുന്നു. പാർട്ടിനെ വീണ്ടും ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ 2 മണ്ഡലങ്ങൾക്ക് ഒരു ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ അങ്ങനെ ക്രമീകരിക്കാൻ നോക്കുന്നു. യൂത്തിൽ നിന്ന് ജില്ലാ സെക്രട്ടറിമാരെ നിയമിക്കാൻ നോക്കുന്നു. ആ സമയത്ത് തന്നെ പനീർസെൽവം അടക്കമുള്ളവർ വിട്ടിട്ട് വിജയുടെ ഒപ്പം പോകുമെന്ന് പറയുന്നു. സംസ്ഥാനത്ത് അത്തരത്തിൽ തിരിച്ചടി നേരിട്ടിട്ട് വളരണം. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തല്ലാതെ തനിച്ച് നിന്ന് പോരാടണം. ശരിക്കും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അല്ലേ DMKക്ക്? അല്ല, DMKയെ സംബന്ധിച്ചിടത്തോളം അവർ അൾട്ടിമേറ്റ് എയിം തമിഴ്നാട് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ അത്ര കാര്യമായിട്ട് നോക്കാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ 22 MP-മാർ ലോക്സഭയിലുണ്ട്, 8 പേര് രാജ്യസഭയിലും DMKക്കുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട എണ്ണമാണ്. ഇപ്പോൾ നിലവിലുള്ള കക്ഷി നില അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട എണ്ണമാണ്. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സത്യത്തിൽ DMK ഇങ്ങനെ പിണങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം തമിഴ്നാട് റിസൾട്ട് വന്ന സമയത്ത് 107 സീറ്റിലാണ് TVK അവിടെ വിജയിച്ചത്. DMK ജയിക്കുന്നത് 59 സീറ്റിലാണ്. AIADMK 41 സീറ്റിലാണ് വിജയിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സിന് ആകെയുള്ളത് 5 സീറ്റാണ്. അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഇപ്പോൾ കോൺഗ്രസ് DMKയുടെ കൂടെ ഉറച്ചു നിന്ന് എന്ന് വിചാരിക്കുക. അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് ഉണ്ടാവുക. ആർക്കും അധികാരത്തിൽ വരാനുള്ള കേവല ഭൂരിപക്ഷമായ 118 സീറ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ പിന്നെ എന്താണ് അവിടെ സംഭവിക്കുക? പിന്നെ വരാനുള്ളത് AIADMK TVKയെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. AIADMK എന്ന് പറഞ്ഞാൽ BJP പാളയത്തിലുള്ള ഒരു പാർട്ടിയാണ്. TVK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP വിരുദ്ധമായ ഒരു പാർട്ടിയാണ്. പക്ഷേ DMKയുടെ അത്രത്തോളം BJP എതിർക്കുന്നൊരു പാർട്ടിയുമല്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ AIADMK TVKയോടൊപ്പം ചേർന്നിരുന്നെങ്കിൽ അത് ഒരു BJP അനുകൂല സർക്കാരായി അത് മാറിയേനെ. പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? നേരെ TVKയുടെ കൂടെ കൂടുന്നു, CPM ചേരുന്നു, മുസ്ലിം ലീഗ് ചേരുന്നു. അങ്ങനെ അവിടെ TVKക്ക് അധികാരത്തിൽ വരാൻ സാധിക്കുന്നു. അതൊരു സ്വാഭാവികമായി നടക്കേണ്ടിയിരുന്ന ഒന്ന് തന്നെയാണ്. ഒരു കാര്യം കൂടി ഓർക്കുക, DMKയുടെ സഖ്യത്തിലായിരുന്ന സമയത്ത് കോൺഗ്രസ്സിനോ മുസ്ലിം ലീഗിനോ അവിടെ മന്ത്രിസഭയിൽ ഒരു പ്രാതിനിധ്യവും ഉണ്ടായിരുന്നില്ല. അവർ അരച്ചു മാത്രമാണ്, ഒരു കൂട്ടുകക്ഷികൾ മാത്രമാണ്. പക്ഷേ കൂട്ടണി മാത്രമാണ്. അത് അവർക്ക് അധികാരത്തിലൊരു പങ്കാളിത്തവുമില്ല. അങ്ങനൊരു മുന്നണി സംവിധാനം ലോകത്തെവിടെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുന്നണിയോടൊപ്പം മത്സരിക്കുന്നു, മുന്നണിയോടൊപ്പം MLA ആവുന്നു, അതുവരെ മതി. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതാണ് DMKയുടെ തീരുമാനം. സ്വാഭാവികമായും ഈ പറയുന്ന കക്ഷികൾക്കൊക്കെ അധികാരത്തിൽ വരണമെന്നും മന്ത്രിസഭയിൽ അംഗമാവണമെന്നും നാട് ഭരിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആ ആഗ്രഹം അവർ പുലർത്തുന്നതിന് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. മാത്രമല്ല DMK പിണങ്ങണ്ട എന്ന് പറയാൻ മറ്റൊരു കാരണം, ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്താണ്? CPMഉം കോൺഗ്രസും അത്രയും വിരുദ്ധ കക്ഷികളല്ലേ. അവർ കേന്ദ്രത്തിൽ പക്ഷേ അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം DMKക്ക് BJP വിരുദ്ധമായ, സംഘപരിവാർ വിരുദ്ധമായ ഒരു ആശയം, ഒരു ഐഡിയോളജി കൃത്യമായി അവർക്കുണ്ടെങ്കിൽ അവർക്ക് ഈ പിണക്കം മാറ്റിവെച്ച് ലോക്സഭയിൽ ഒന്നിച്ചിരിക്കാവുന്നതേ ഉള്ളൂ. കാരണം DMKയെ ചതിക്കുക എന്ന് പറയുന്നൊരു സംഭവമൊന്നും തമിഴ്നാട്ടിലുണ്ടായിട്ടില്ല. DMKയുടെ ഒപ്പം നിന്നിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. കാരണം വെറുതെ പ്രതിപക്ഷത്തിരിക്കുക, ഭരണപക്ഷത്തിൽ നിൽക്കുമ്പോൾ പോലും പ്രത്യേകിച്ച് അധികാരമില്ലാത്ത കക്ഷികൾക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്ത് കിട്ടാനാണ്? അപ്പോൾ DMK അങ്ങനെ പിണങ്ങേണ്ട കാര്യമൊന്നും സത്യത്തിലില്ല. ഇനി രണ്ടാമത്തെ കാര്യം, DMKക്ക് ഒരിക്കലും പിന്നെ നിഷാദ് സൂചിപ്പിച്ച പോലെ BJPയുടെ പാളയത്തിലേക്ക് പോകാൻ കഴിയില്ല നിലവിലെ സാഹചര്യത്തിൽ. കാരണം തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിൽ തുടരുന്നത് BJP വിരുദ്ധ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് ഇത്തവണ ആ കിട്ടിയത് 1 സീറ്റാണ്. BJP പൂർണ്ണമായും തമിഴ്നാട് തള്ളിക്കളഞ്ഞു. അങ്ങനെയുള്ളൊരു തമിഴ്നാട്ടിൽ DMK BJPയുമായി കേന്ദ്രത്തിൽ ഒത്തുചേർന്നാൽ അത് വീണ്ടും തിരിച്ചടിയിൽ നിന്ന് തിരിച്ചടിയിലേക്ക് പോവുക എന്നുള്ള സംഗതി ഉണ്ടാവുള്ളൂ. അപ്പം DMKക്ക് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് കോൺഗ്രസ് ഞങ്ങളെ ഇങ്ങനെ ചെയ്തല്ലോ, ഞങ്ങളെ കൂടെ നിന്ന് ചതിച്ചല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ നിന്ന് അപ്പുറത്തേക്ക് പോയല്ലോ എന്നൊരു പരിഭവം അവർക്കുണ്ട്. അതിനൊരു പ്രതിഷേധം അവർക്ക് രേഖപ്പെടുത്തണം. പക്ഷെ അത് ഏത് വിധേന എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് ആശയക്കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലും BJPയുടെ ഈ പറയുന്ന ബില്ലുകളെ അവർ പിന്തുണയ്ക്കുമെന്ന് കരുതുന്നില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് തന്നെ അവരെടുക്കുന്ന അതേ നിലയിൽ തന്നെ പോകാതെ ഒന്ന് വിട്ടുനിന്ന് വേറൊരു ദിശയിലൂടെ അവരെ എതിർക്കാമെന്നൊക്കെ തന്നെയായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. ഈ പറയുന്ന ബില്ലുകളിലെ ചർച്ചയിൽ പങ്കെടുക്കേണ്ട എന്നാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. എങ്കിൽ നമുക്ക് ചർച്ചയിൽ പങ്കെടുത്ത് അതിനെ എതിർക്കാം എന്നൊരു തീരുമാനം അവരെടുക്കുന്നതേ ഉള്ളൂ. പങ്കെടുക്കുന്നു, ബില്ലിനെ എതിർക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇനി BJP ലക്ഷ്യമിടുന്നത് വളരെ വിശാലമായ കുറേ കാര്യങ്ങളാണ്. അവർ തൃണമൂലിനെ പിളർത്തി കുറേ MP മാരെ അവർ സ്വന്തം വലയിലാക്കി, പലയിടത്തും അതുപോലെ ശിവസേനയെ അങ്ങനെ പിളർത്തി വലയിലാക്കുന്നു. അതുപോലെ DMKയുടെ ആളുകളെ കിട്ടാൻ പറ്റുമോ എന്ന് അവർ ശ്രമിക്കുന്നുണ്ട്. അവർ നന്നായി ശ്രമിക്കുന്നുള്ള ഉറപ്പാണ്. കാരണം ഈ പറയുന്ന ഡിലിമിറ്റേഷൻ അവർക്ക് എടുക്കണം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അവർക്ക് നടപ്പിലാക്കണം, ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം, അങ്ങനെ ഒരുപാട് സംഗതി നടപ്പിലാക്കാനുണ്ട്. അപ്പം BJPയുടെ എന്താ പറയുക, കുതിരക്കച്ചവടം വരാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. അത് DMK ഒന്നിച്ചു പോകുമോ അല്ലെങ്കിൽ DMKയിൽ ആരെങ്കിലും പോകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ആശയപരമായും അല്ലാതെയും DMKക്ക് BJPയുമായി ചേരാൻ ഒരു തരത്തിലും സാധിക്കില്ല. യെസ്, എന്തായാലും BJPക്ക് അനുകൂലമാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ DMK എടുക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം.